ഹലോ. അപ്പോൾ ഇന്ന് ഹുദൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഓള് വീട്ടിൽ കൂടിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ പോയ പാടും മക്കൾസൊക്കെ അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ കുടിക്കാനായിട്ട് ബത്തക്ക ജ്യൂസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ അതൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഓരോ കഥകളൊക്കെ ആയിട്ട് പറഞ്ഞിരുന്നു കേട്ടോ. മക്കൾസൊക്കെ നല്ല കളിയിലാണ്. അതിന് ശേഷം ഇതാ ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ റെമൽസ് ചെയ്ത സൈഡ് ഐറ്റംസ് ആയിട്ടുള്ള പരിപ്പും അതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പവാൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരാണ് കേട്ടോ അത്. അപ്പോൾ ഒരു കാറ്ററിംഗ് ആണിത്. അപ്പോൾ മാഷാഅല്ലാഹ് നല്ല ചോറൊക്കെ ആയിരുന്നു. അപ്പോൾ ചോറും പരിപ്പ് വരകിയതും പുളിയൊക്കെ ആണ് കേട്ടോ. അങ്ങനെ ഇതാ കുട്ടികൾക്കൊക്കെ ഓരോ പ്ലേറ്റിലായിട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതാ വട്ടത്തിലിരുന്ന് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മക്കൾസിനൊക്കെ ഇതാ വാരി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഞങ്ങളും കൂടെ ചോറ് തിന്നാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നല്ല ബീഫിൻ്റെ ഇറച്ചി ചോറാണ് കേട്ടോ. ഇവിടെ ബീഫ് മജ്ബൂസ് എന്നും പറയും, ഇറച്ചി ചോറെന്നും പറയും. അപ്പോൾ ഇതാ അതിൻ്റെ കൂടെ ഞങ്ങളുടെ നാട്ടിൽ കോമ്പിനേഷനുള്ളതാണ് ഈ പരിപ്പ് വരകിയതും പിന്നെ പുളിയും കൂടെ. അപ്പോൾ ഇതാ ബീഫിൻ്റെ നല്ലൊരു പീസും പുളിയും പരിപ്പും ഒക്കെ കൂടെ കൂട്ടി കുഴച്ച് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഈ ഒരു ലൈറ്റ് ഓൺ ആക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മാഷാഅല്ലാഹ് അങ്ങനെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്താണ്. പിന്നെ ഇതാ ഞങ്ങൾ വീണ്ടും കുറേ കഥകളും പണ്ടത്തെ കാര്യങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് മുജുക്ക വിളിച്ചത്. അങ്ങനെ മുജുക്കയായിട്ട് കുറച്ച് സംസാരിച്ചൊക്കെ ആയിരുന്നു. പിന്നെ ചായൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ചായക്ക് ബണ്ണ് നിറച്ചതും പിന്നെ ഷവർമ്മ പോളയും പൊട്ടിയാപ്പവും മിക്സ്ചറൊക്കെ കൂടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചായ കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഓരോ പീസൊക്കെ എടുത്ത് ഓരോ കഥകളൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് ചായ ഒക്കെ കുടിക്കുകയാണ്. അപ്പോഴേക്കും അടുത്ത വീട്ടിൽ നിന്ന് നമ്മുടെ നെക്കിക്കുടിയും മാങ്ങയില്ലേ, പിന്നെ ഇവിടെ കണ്ണിമാങ്ങ നെക്കിക്കുടിയെന്നൊക്കെ പറയും. അപ്പോൾ ഇതാ ആ മാങ്ങ ഉണ്ടാകുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ട പാടിന് ഞാൻ ഫസ്റ്റ് വേഗം ഒരു കടി കടിച്ചു. കടിച്ച പാടിന് അതിൻ്റെ ഉള്ളിൽ പുഴു ഉണ്ടായിരുന്നു. അപ്പോൾ അതാ നേരെ അത് ഒഴിവാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ റമൽച്ച വേറൊരു മാങ്ങ എടുത്ത് നേരെ അത് പൊളിച്ച് നല്ല ക്ലീനാക്കി തന്നിട്ടോ. അങ്ങനെ അതുകൂടെ കഴിച്ചു. പിന്നെ അവിടുന്ന് ഇതാ മക്കൾസൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നേരെ തിരിച്ചു പോവാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് ഉമ്മാൻ്റെ വീട്ടിലേക്കാണ്. പിന്നെ വടകര തന്നെയാണ് കേട്ടോ. അപ്പോൾ വടകരയിൽ കുറേ നാളായിട്ട് ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട് അപ്പോൾ ഉമ്മാൻ്റെ അനിയത്തിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതാ സെക്കീൻച്ച ബിസ്ക്കറ്റ് അപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ മൂടി തുറന്ന് അതിൽ നിന്ന് എടുത്ത് കഴിക്കുകയാണ്. കുറേ ആയിട്ട് ഇത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. ആ മുട്ടൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു ടേസ്റ്റായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ ടാങ്ക് കൂടെ കലക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ചായ കുടിച്ചുകൊണ്ട് തന്നെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. അങ്ങനെ അവിടുന്ന് ഒരു ഗ്ലാസ് ടാങ്കും ബിസ്ക്കറ്റ് അപ്പൊക്കെ കഴിച്ച് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.